മഹാരാഷ്ട്രയിൽ പോരാട്ടം മുന്നണികൾ ശക്തമാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നതെങ്കിലും ഇതുവരെ മഹാരാഷ്ട്രയുടെ മനസ്സ് വായിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. പല സവിശേഷതകൾ കൊണ്ട് ഏറെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അതിൽ തന്നെ മഹാവികാസ് അഘാഡിയും മഹായുതിയും തമ്മിൽ നേർക്കുനേർ പോരാട്ടമാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ വേറിട്ട് നിർത്തുന്നത്. കൊമ്പുകോർക്കാൻ ശിവസേനകളും NCPകളും ഒരുങ്ങിക്കഴിഞ്ഞതോടെ രാജ്യം സമീപകാലത്ത് കണ്ട ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കുന്നത്. കരുത്ത് തെളിയിച്ച് തിരിച്ചു വരാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്ധവിന്റെ ശിവസേന നിൽക്കുന്നത്. ഭരണ തുടർച്ച പ്രതീക്ഷിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്ര ഭരിക്കുന്ന മഹായുതി സഖ്യം. ശിവസേനക്കും കോൺഗ്രസിനും ഒരുപോലെ നിർണായകമാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പെന്നും കാണാൻ സാധിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 105ഉം ശിവസേന 56ഉം സീറ്റുകൾ നേടി കേവല ഭൂരിപക്ഷത്തിലെത്തി. കോൺഗ്രസ് 44ഉം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അഥവാ NCP 54ഉം സീറ്റുകൾ നേടിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡി സഖ്യം BJPക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയതാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവചനാതീതമാകുന്നത്. 48 ലോക്സഭാ സീറ്റുകളിൽ 30 എണ്ണവും കോൺഗ്രസ്, ശിവസേന, ശരത് പവാറിന്റെ NCP സഖ്യം സ്വന്തമാക്കിയിരുന്നു. എന്നാൽ ഉദ്ധവ് താക്കറെയുടെയും ശരത് പവാറിന്റെയും പഴയ വീര്യം ഇപ്പോഴില്ലെന്ന ആശങ്ക മൊത്തത്തിൽ സഖ്യത്തെ മാനസികമായി ബാധിച്ചിട്ടുണ്ട് എന്നത് മഹായുതിയിൽ ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. വ്യക്തിപരമായി ഇനി ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിന് ഇല്ലെന്ന് ശരത് പവാർ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ്. രാജ്യസഭാ അംഗത്വം തീരുന്ന മുറക്ക് തുടർന്ന് അധികാര രാഷ്ട്രീയത്തിൽ നിന്നും മാറാനാണ് നീക്കമെന്നും പറയുന്നുമുണ്ട്. ശിവസേനയുടെ പുതിയ മുഖമായി ആദിത്യ താക്കറെയെ പാർട്ടി തന്നെ രംഗത്ത് അവതരിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഉദ്ധവിന്റെ കരുത്തും പാർട്ടിയുടെ തിരിച്ചുവരവും തെളിയിക്കേണ്ടത് ശിവസേനയുടെ രാഷ്ട്രീയ ആവശ്യമാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള തീയതി അവസാനിച്ച ഘട്ടത്തിൽ വിമതർ ഉയർത്തിയ വെല്ലുവിളി മുന്നണികൾക്ക് വലിയ ഒരു തലവേദനയായിരുന്നു. മഹാവികാസ് അഘാഡി സഖ്യത്തിനും വിമത ഭീഷണി ഉയർന്നുവെങ്കിലും ഇവരിൽ ഭൂരിഭാഗം പേരെയും തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറ്റാൻ സാധിച്ചത് ആശ്വാസമായിട്ടുണ്ട്. എങ്കിലും പല മണ്ഡലങ്ങളിലും വിമത ഭീഷണി ശക്തമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഭരണകക്ഷിയായ മഹായുതി സഖ്യത്തിലെ 25 വിമത സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയത്. 288 അംഗ നിയമസഭയിൽ BJPയുടെ 13, ശിവസേനയുടെ 6, NCPയുടെ 6, അവശേഷിക്കുന്ന 18 വിമതരിൽ 9 പേർ BJPയിൽ നിന്നും, 6 പേർ ശിവസേനയിൽ നിന്നും, 3 പേർ NCPയിൽ നിന്നുള്ളവരാണ്. പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയിലെ 20 വിമത സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത്. അവശേഷിക്കുന്നവരിൽ 22 വിമതരിൽ 7 പേർ കോൺഗ്രസിൽ നിന്നും, 11 പേർ ശിവസേനയിൽ നിന്നും, 4 പേർ NCP ശരത് പവാർ പക്ഷത്തിൽ നിന്നുള്ളവരാണ്. ആകെയുള്ള 288 സീറ്റുകളിലായി മത്സരരംഗത്തുള്ളത് 7994 സ്ഥാനാർത്ഥികളാണ്. ഇതിൽ BJP മത്സരിക്കുന്നത് 148 സീറ്റുകളിലേക്കാണ്. ഭരണകക്ഷിയായ മഹായുതിയിൽ മുഖ്യമന്ത്രി ഏകനാഥ ഷിൻഡെയുടെ നേതൃത്വത്തിലെ ശിവസേന 83 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. അജിത് പവാറിന്റെ NCPയിൽ നിന്നും 54 സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. മഹാവികാസ് അഘാഡിയിൽ കോൺഗ്രസ് 103 സീറ്റുകളിലും ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലെ ശിവസേന 94 സീറ്റുകളിലും NCP ശരത് പവാർ വിഭാഗം 87 സീറ്റുകളിലും 2 വീതം സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയും CPIM മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്.